ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതിൻ്റെ കൂടെ ലഞ്ച് പ്രിപ്പയറിങ്ങും ഈവനിങ് സ്നാക്ക് പ്രിപ്പയറിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. മീൻകറി വെച്ചിട്ടുണ്ട്, അതേപോലെ മമ്പയർ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തോട്ടേക്ക് വന്ന് നോക്കുമ്പോഴാണ് മുരിങ്ങൻ്റെ ഇല കണ്ടത്. നന്നായിട്ട് പടർന്ന് പന്തളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ അതിൻ്റെ പുറകെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഫോണെല്ലാം എടുത്ത് ഞാനിങ്ങനെ ജസ്റ്റ് മുരിങ്ങൻ്റെ ഇലയൊക്കെ പറിച്ചൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഇലയാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ തിരിച്ച് വന്ന് വെജിറ്റബിൾ വീണ്ടും കട്ട് ചെയ്യാണ്. ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് നമുക്ക് മൂത്ത ബീൻസൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ജസ്റ്റ് പയർ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മൂത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ എടുത്തിട്ട് ഇതാക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 സവാളയാണ്. 2 സവാള നന്നായിട്ട് കുനുകുനാന്ന് മുറിച്ച് ഇതാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് വെക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പതുക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എടുക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചെറുതാക്കി മുറിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചു. അതിന് ശേഷം ഞാൻ മെല്ലെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എടുത്ത് നല്ലോണം വാട്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മൾ തന്നെ ജസ്റ്റ് മിക്സിയിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തതാണ്. അപ്പോൾ നല്ലോണം അത് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറികളുണ്ടല്ലോ, അതേപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ ബീഫ് മസാലയും ഒക്കെ ഇതാക്കി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്, മജ്ബൂസ് മസാലയല്ലേ, അതൊരു നുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എന്താക്കുന്നതെന്ന് വിചാരിച്ചാൽ വലിയ ജീരകവും ഇതേപോലെ തന്നെ ഒരു നുള്ളിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടിയും ഇതാക്കി നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അവന് 2 മിനിറ്റ് വേവുന്നതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചില്ല സവാള, അതുകൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ആ ഒരു പച്ചക്കറിയിലുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും എല്ലാ മസാലകളും ഒക്കെ ഉള്ളതൊക്കെ ഈ ഉള്ളിയിലേക്ക് കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാക്കി അതേപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരച്ചിലും ബഹളമൊക്കെ തുടങ്ങി. പിന്നെ അവർക്ക് ഫുഡെല്ലാം കൊടുക്കാൻ നിന്ന് പിന്നെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുത്തു. അതിലേക്ക് 2 കപ്പ് മൈദ, അതേപോലെ ഉപ്പ്, അതേപോലെ വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം മിക്സ് ചെയ്ത് അത്ര നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണയെല്ലാം തെളിച്ച് എന്നിട്ട് നല്ലോണം ഇതാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തൊക്കെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടി പരന്ന് കിടക്കില്ലല്ലോ, അപ്പോൾ നടുക്കൂടെ ഇങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കുക. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ചെറിയ ബോൾസാക്കി നമ്മൾ ഉരുട്ടി എല്ലാം മാറ്റി വെച്ച് പിന്നെ എല്ലാ ബോൾസും കൂടി നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ചപ്പാത്തീൻ്റെ കട്ടിയും പാടില്ല, പൂരീൻ്റെ കട്ടി കുറവും പാടില്ല. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ആ ഒരു തിക്നെസ് ഇല്ലേ, ആ ഒരു തിക്നെസ് പോലെയാണ് നമ്മൾ ഒരു മാവ് പരത്തിയെടുക്കേണ്ടത്. ഇങ്ങനെ നല്ലോണം പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ നടു ഒന്ന് മുറിച്ച് കൊടുത്ത് നമ്മൾ സമൂസയ്ക്കൊക്കെ പണ്ടത്തെ സമൂസ നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെ 2 ഭാഗം കൂടി വലിച്ചെടുത്ത് അപ്പുറത്തെ സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്തിട്ട്
നല്ലോണം പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമൂസയിലെന്ന് പറഞ്ഞാൽ നല്ല മസാല ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ലോണം മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നടുവൊന്ന് നല്ലോണം അമർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇതാക്കി ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്കാക്കി ഇതേപോലെ നല്ലോണം വലിച്ച് അമ്പിച്ച് നമ്മൾ അത് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ എല്ലാ മസാലയും കുഴച്ച് പരത്തി എല്ലാ മസാലയൊക്കെ ആക്കി എല്ലാം മാറ്റി വെച്ച് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് പാത്രത്തിലേക്ക് എണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളിനി ഉണ്ടാക്കി വെച്ച ആ സമൂസകളില്ലേ, ആ സമൂസകളൊക്കെ നമ്മൾ പതുക്കെ പൊരിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ചൂടാവണം. അതേപോലെ തന്നെ നല്ല ചൂടായതിന് ശേഷം നമ്മളൊരു മീഡിയം ഇതിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ചട്ടിയിൽ എണ്ണ ചൂടാവുന്ന ആ സമയം കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നല്ലോണം കുഴച്ച് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് ചൂടുവെള്ളത്തിലാണ് പണ്ട് എപ്പോഴും കുഴക്കൽ. ഇന്നിപ്പോൾ ഞാൻ സമയമില്ലായിട്ട് കുറച്ച് പച്ചവെള്ളത്തിലാണ് കുഴച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ചപ്പാത്തിക്ക് അതിൻ്റെ കുഴ ശരിയായിട്ടില്ലെങ്കിൽ ചപ്പാത്തി ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ച് ഇതൊക്കെ നല്ലോണം കുഴച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് മാറ്റി വെച്ച് അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ആവുന്നതിൻ്റെ സമയത്ത്, അപ്പോൾ ഇന്നലെ റജബ് 27 ഇതായിരുന്നു, രാവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്താക്കി, 2 പഴം എടുത്ത് അതും ഒരു 5 പീസാക്കി മുറിച്ച് മാറ്റി വെച്ച് ഇന്ന് പഴംപൊരി കൂടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അതേ സമൂസ നമ്മൾ അപ്പോഴത്തേക്കുള്ള എണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ഈ സമൂസകളൊക്കെ അതിലേക്ക് ഇട്ട് നല്ലോണം പൊരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് എല്ലാവരും പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ച് ഓരോ ഭാഗം നല്ല ബ്രൗൺ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നല്ലോണം അതിന് ശേഷം നമ്മളിത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു നോമ്പ് തുറക്കാനൊരു അരമണിക്കൂർ കൂടിയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു മസിൽ പിടുത്തം വേണമെങ്കിൽ പറയാം. ആഞ്ഞ് പിടിക്കുകയാണ് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും എല്ലാം ആവണം എന്നുള്ളത്. അപ്പോൾ ഒരു ബാച്ച് സമൂസയൊക്കെ ആയി, ആ ഒരു ബാച്ച് ആയതിന് ശേഷം അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ട്രിപ്പിനേക്കുള്ള സമൂസകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിത് പതുക്കെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുഴച്ച് വെച്ചില്ലേ ചപ്പാത്തിക്ക്, അതിൻ്റെ ബോൾസൊക്കെ പിടിച്ച് അതൊക്കെ അതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ പരത്തിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പരത്തുന്നുമുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സമൂസ പൊരിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഒരേ സമയത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ലാസ്റ്റത്തെ ബാച്ച് സമൂസയാണ് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റത്തെ ബാച്ച് സമൂസയും കൂടെ നന്നായിട്ട് പൊരിഞ്ഞ് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി പൊരിച്ച് കോരി മാറ്റി വെച്ചു. ഞാൻ നല്ലോണം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇത് ആവുന്നതിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മൾ ചപ്പാത്തീൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി പരത്തുന്നുമുണ്ട്, അതേപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് കോരുന്നുണ്ട്, ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചപ്പാത്തി ചുട്ട് എല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ആ സമൂസേൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഈ പഴം ഓരോന്ന് മുക്കി പൊരിക്കാനൊക്കെ തുടങ്ങി. പഴം ഞാൻ പൊരിക്കുന്നത് എല്ലാവരും സാധാരണ പൊരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ മൈദപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെ, ഓവർ തിക്കും പാടില്ല, അതേപോലെ തിക്കില്ലാതിരിക്കാനും പാടില്ല. അപ്പോൾ മീഡിയം റേഞ്ചിൽ നമ്മൾ ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കി അങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓവർ തിക്കും ഇല്ലാതെ എന്നാൽ തിക്കും ഉണ്ട് താനോ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് കുഴക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി കിട്ടും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് എടുക്കുന്ന സമയത്തൊരു മധുര വെള്ളം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ് ഇട്ടിട്ട് നാരങ്ങ വെള്ളം കലക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ ബാങ്കെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നോമ്പ് തുറക്കലാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടികളെല്ലാവരും ചുറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അവർക്കും കൊടുക്കേണ്ടി വരും, അവരും വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കഴിക്കുകയൊക്കെയാണ് കേട്ടോ.
അങ്ങനെ നോമ്പെല്ലാം തുറന്നതിന് ശേഷം ആദ്യം ഞാൻ ചെറുകടിയാണ് കേട്ടോ കഴിക്കുക. ചെറുകടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ച് വന്നിട്ടാണ് പിന്നെ വലിയ കടിയൊക്കെ കഴിക്കുക. അപ്പോൾ ഈ ചെറുകടിയൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ പതുക്കെ നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് മോള് പറഞ്ഞു മോക്കും നിസ്കരിക്കണം എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും നിസ്കാരക്കുപ്പായും നിസ്കാര മുസല്ലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ പതുക്കെ നിസ്കരിക്കലൊക്കെ ആയി. നിസ്കരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും ചീത്ത പറയലും എല്ലാം ആണ്. അങ്ങനെ അവൾക്ക് തെസ്ബി വേണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം തെസ്ബിയും കൊണ്ട് ദിക്റെല്ലാം ചൊല്ലിയൊക്കെ ഇരുന്ന് അത് പിന്നെ ഞാൻ ഓതലൊക്കെ ആയിട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.